Good afternoon, Lord. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, നമുക്ക് തുടങ്ങാം. Okay. നമ്മൾ എടുത്തത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കണം അല്ലേ? പ്രസന്റേഷൻ സഫീറ എന്താ പ്രസന്റേഷൻ? കാണുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഇനി എടുക്കേണ്ടത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, അതിൽ 5 പോയിന്റ് ഉണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. എന്താ ഇഷ്യൂസ് ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജസ് ടു മീഡിയ. എന്താ പബ്ലിക് റിലേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് വൺ എന്താ? മീഡിയക്ക് നമ്മൾ വിവരങ്ങളും സന്ദേശങ്ങളും കൊടുക്കുക. എന്നുവെച്ചാല് നമ്മള് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതാണ്. എന്തെങ്കിലും ഡിസാസ്റ്റർ തുറന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും സംഭവം ഉണ്ടായി, എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് കൊടുക്കണം? ഇവിടെ ഉണ്ടായിരുന്നതിന്റെ മെസ്സേജുകൾ, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള മെസ്സേജും ഇൻഫർമേഷനും നമ്മൾ മീഡിയക്ക് കൊടുക്കണം. ഇഷ്യൂ ഇൻഫർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ, മീഡിയക്ക് കൊടുക്കണം. ആരാ കൊടുക്കണ്ടേ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മീഡിയക്ക് വിവരങ്ങളും മെസ്സേജുകളും, ഇൻഫർമേഷനും മെസ്സേജുകളും നമ്മൾ മീഡിയക്ക് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്. ഡിസാസ്റ്റർ, ദുരന്തം സംഭവിച്ചാൽ നമ്മൾ പഠിക്കുന്നത് വിട്ടുപോകരുത്, ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഡിസാസ്റ്ററിന്റെ ആ സമയത്ത് നമ്മളെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഒരേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചു. ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് മീഡിയക്ക് എന്ത് കൊടുക്കണം? അവിടെ നടന്നിരുന്ന വിവരങ്ങളും അവിടുത്തെ മെസ്സേജുകളൊക്കെ പാസ് ചെയ്യണം. നെക്സ്റ്റ് എന്താ? ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. എന്താ? അഡ്മിനിസ്ട്രേഷനും പേഷ്യന്റിന്റെ റിലേറ്റീവും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കണം. ആര്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഈ ഡിസാസ്റ്റർ സമയത്ത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു മീഡിയേറ്റർ ആവണം. ആര് തമ്മിലാ?
അഡ്മിനിസ്ട്രേഷനും ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സും അവര് തമ്മില് ഒരു മീഡിയേറ്റർ ആവണം. ആക്ട് ആസ് മീഡിയേറ്റർ ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഷ്യന്റ് റിലേറ്റീവ്സ്. പേഷ്യന്റിന്റെ റിലേറ്റീവ്സും അഡ്മിനിസ്ട്രേഷനും തമ്മില് ഒരു മീഡിയേറ്റർ ആവണം. അത് ആരുടെ പ്രവർത്തനം അങ്ങനെ ആവേണ്ടത്? നമ്മുടെ പബ്ലിക് റിലേഷന്റെ മധ്യസ്ഥായിട്ട്, അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കാൻ തരാം ഇവരുടെ ഇടയിൽ അഡ്മിനിസ്ട്രേഷന്റെയും പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഇടയിൽ നിൽക്കാനുള്ള ഒരാൾ വേണം, ഒരു മീഡിയേറ്റർ വേണം. അതാണ് നമ്മുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കൂ. എന്താ ചോദിക്കുക? നമ്മുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവിടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ്? എന്താ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി? എന്താ അവരുടെ ഡ്യൂട്ടി? അവരുടെ ഡ്യൂട്ടി 5 ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കുക. അപ്പൊ 5 നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു മീഡിയക്ക് ഇൻഫർമേഷനും മെസ്സേജുകളും കൊടുക്കുക. രണ്ടാമത് പറയണതാണ് ഒരു മീഡിയേറ്റർ ആവാ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്താവാ? ഒരു മീഡിയേറ്റർ ആവാ. ആരുടെ ഇടയിലാ? അഡ്മിനിസ്ട്രേഷന്റെയും പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കാം. തേർഡ് വൺ എന്താ? സെൻട്രലൈസസ് ഇൻഫർമേഷൻ അബൌട്ട് ദി കാഷ്വാലിറ്റീസ്. എന്താണ് ഇങ്ങനെ പറഞ്ഞ? നമുക്ക് എന്ത് അപകടങ്ങൾ ഉണ്ടായാലും, എന്ത് ഡിസാസ്റ്റർ ഹോസ്പിറ്റലിൽ സംഭവിച്ചാലും ആദ്യം തന്നെ ഫസ്റ്റ് അവരെ കൊണ്ടുവരുന്നത് എവിടേക്കായിരിക്കും? കാഷ്വാലിറ്റിയിലായിരിക്കും അല്ലെ? കാഷ്വാലിറ്റിയിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോ അവിടെ കിട്ടുന്ന വിവരങ്ങൾ, കാഷ്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാല് കാഷ്വാലിറ്റിയെ കുറിച്ച്, ആ പേഷ്യന്റിനെ കുറിച്ച് കാഷ്വാലിറ്റിയിലുള്ള ആ ഒരു ഇൻഫർമേഷൻ സെൻട്രലൈസ്ഡ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അതാണ് സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയെ കുറിച്ചുള്ള ആ ഒരു കേന്ദ്രീകരിക്കുന്ന ആ ഒരു മെയിൻ ഇൻഫർമേഷന് ആർക്കാ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. അതാണ് സെൻട്രലൈസസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റിയെ കുറിച്ച് എന്ന് വെച്ചാൽ ഈ കേസുകളൊക്കെ ഫസ്റ്റ് വരുന്നത് എവിടെയായിരിക്കും? കാഷ്വാലിറ്റിയിലായിരിക്കും. പിന്നെ കൺട്രോൾസ് ഓൾ ഫോട്ടോഗ്രാഫ്സ്. എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ മീഡിയക്കാരും പത്രക്കാരും ഫോട്ടോഗ്രാഫറും ആൾക്കാരൊക്കെ വളയും ഇല്ലേ? ഭയങ്കര തിക്കും തിരക്കും ഭയങ്കര ഇതായിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഈ കൺട്രോൾ ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാ? കൺട്രോൾ ഓൾ ഫോട്ടോഗ്രാഫ്സ്. ഫോട്ടോഗ്രാഫ്സിന്, എല്ലാ ഫോട്ടോഗ്രാഫ്സിനും കൺട്രോൾ ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്. ഓക്കെ, ഇത് ഈ 5 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്, അത് മാർക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പൊ സെൻട്രലൈസ് ഇൻഫർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്, കൺട്രോൾ ഓൾ ഫോട്ടോഗ്രാഫ്സ്. എല്ലാ ഫോട്ടോഗ്രാഫ്സിനെയും നമ്മൾ കൺട്രോൾ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് എന്താ? പ്രിപ്പയേഴ്സ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റ് കാഷ്വാലിറ്റി ലിസ്റ്റ്. നമ്മൾ പറഞ്ഞു ഏത് പേഷ്യന്റ് ഫസ്റ്റ് വന്നാലും ആദ്യം വന്നാലും കാഷ്വാലിറ്റിയിലെ വരാം. അപ്പൊ നമ്മൾ കാഷ്വാലിറ്റിയുടെ ലിസ്റ്റ്, കാഷ്വാലിറ്റിയിൽ എല്ലാ പേഷ്യന്റും വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽ അറിഞ്ഞാൽ അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. പേഷ്യന്റിനെ കുറിച്ചുള്ള ഫുൾ ബയോഡാറ്റ, ഫുൾ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി അത് പോസ്റ്റ് ചെയ്യണം. അപ്ഡേറ്റ് കാഷ്വാലിറ്റി അതാത് അന്നത്തെ ആ സമയത്തിന് ഒരു തൊട്ട് മുമ്പ് പേഷ്യന്റിന്റെ എന്താ അവസ്ഥ, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങള് നമ്മൾ കാഷ്വാലിറ്റി ലിസ്റ്റ് പ്രിപ്പയേഴ്സ് തയ്യാറാക്കി വേണം. അതുപോലെ അത് പോസ്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് ഈ 5 പോയിന്റ് പറഞ്ഞത്. അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് 5 പോയിന്റ് പറഞ്ഞത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എല്ലാരും വായിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സണൽ. എന്താ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? എമർജൻസി ഭയങ്കര അത്യാഹിതമായ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള കാര്യങ്ങൾ എന്താണ്? റിമെയിൻ ഇൻ ദയർ ഏരിയ ഡിഫർ ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്. ആ ഏരിയയിൽ എങ്ങനെയായിരിക്കും? എല്ലാരും ഡെയിലി തന്നെ അന്നാത് എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിനും ഭയങ്കര വ്യത്യാസമായിരിക്കും. ഡിഫർ ഇൻ ദിസ് ഏരിയ. ആ ഏരിയയിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും അല്ലെ? അപ്പൊ ഡെയിലി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. Be prepared to receive and help disaster casualties need urgent life saving measures. എന്താ പറഞ്ഞേ?
എന്താ പറഞ്ഞത്? ഡിസാസ്റ്റർ കാഷ്വാലിറ്റി, എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ച് ദുരന്ത ബാധിതരെ നമ്മൾ എന്ത് വേണം? സ്വീകരിക്കണം. ടു റിസീവ്, ദുരന്തത്തിന് ഇടപെട്ടവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ടു റിസീവ്, സ്വീകരിക്കാനും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനും. ഓക്കെ, എന്തെങ്കിലും ദുരന്തത്തിന് ഇരയായവര്, വിക്ടിംസ്, ദുരന്ത ബാധിത ഏറ്റവരെ നമ്മൾ റിസീവ്, സ്വീകരിക്കാനും അവരെ സഹായിക്കാനും നമ്മൾ റെഡി ആവണം, പ്രിപ്പയർഡ് ആയിരിക്കണം, തയ്യാറാവണം. ഓക്കെ, അങ്ങനെ തയ്യാറാവണമെങ്കിൽ നമുക്ക് അടിയന്തര ജീവന്റെ രക്ഷാ നടപടികൾ ആ സമയത്ത് നീഡ് അർജന്റ് ലൈഫ് സേവിങ് മെഷേഴ്സ്. ആ സമയത്ത് നമുക്ക് എന്താ വേണം? അവിടെ എന്താ നടക്കണത്? പെട്ടെന്ന് അടിയന്തരമായിട്ട് ഭയങ്കര രക്ഷാപ്രവർത്തനം നടക്കണം. അപ്പൊ അർജന്റ് ലൈഫ് സേവിങ് മെഷേഴ്സ്, ആ സമയത്ത് അടിയന്തര ജീവ രക്ഷാ നടപടികൾ നടക്കാനായിട്ട് നമ്മള് അവിടെ ആവശ്യമുണ്ട്. അപ്പൊ എന്താ പറഞ്ഞേ? ബി പ്രിപ്പയർഡ് ടു റിസീവ്, നമ്മള് അവരെ സ്വീകരിക്കുകയും വേണം. ആൻഡ് ഹെൽപ്പ്, ടു റിസീവ് ആൻഡ് ഹെൽപ്പ്. അപ്പൊ എങ്ങനെയുള്ളവരെ? ഡിസാസ്റ്റർ കാഷ്വാലിറ്റിയിൽ ഭയങ്കര ദുരന്തം ഏറ്റെടുത്ത് ഡിസാസ്റ്റർ സംഭവിച്ചവരെ. നീഡ് അർജന്റ് ലൈഫ് സേവിങ് മെഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് എന്തെങ്കിലും അർജന്റ് ആയ എന്ന് വെച്ചാൽ അടിയന്തര ജീവരക്ഷാ നടപടികൾ ആ സമയത്ത് നമ്മൾ അവിടെ കൊടുക്കണം. അടിയന്തര രക്ഷാപ്രവർത്തനം, അർജന്റ് ലൈഫ് സേവിങ്, നമ്മൾ അർജന്റ് ആയിട്ട് അവരെ സേവ് ചെയ്യണം, ലൈഫ് സേവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്യണം. അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താ? പേഷ്യന്റിനെ സ്വീകരിക്കുക. അതുപോലെ കാഷ്വാലിറ്റിയിൽ വന്ന അടിയന്തര ദുരിതബാധിതം ഏറ്റെടുത്ത പേഷ്യൻസിനെ സ്വീകരിക്കുകയും വേണം, അവരെ ഹെൽപ്പ് ചെയ്യുകയും വേണം. അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ആ സമയത്ത് അത്യാഹിതമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി. സെക്കൻഡ് ഡ്യൂട്ടി എന്താ? സീ ദ എക്സ്ട്രാ നഴ്സസ് ആർ അസൈൻഡ് ഫ്രം ദ ഫ്ലോർ. എന്താ? ഫ്ലോറിൽ പെട്ടെന്നായിരിക്കും ഈ ഡിസാസ്റ്റർ വരുന്നത്, പെട്ടെന്നായിരിക്കും. ആ സമയത്ത് ഫ്ലോറിൽ ചിലപ്പോ 1-2 സിസ്റ്റർമാരെ കാണുള്ളൂ. അപ്പൊ നമ്മൾ ഫ്ലോറിൽ അധികം നഴ്സുമാരെ സൃഷ്ടിക്കുക. എക്സ്ട്രാ നഴ്സസ് ആർ അസൈൻഡ് ഫ്രം ദ ഫ്ലോർ. ഫ്ലോറിൽ 1-2 സിസ്റ്റർമാർക്ക് പകരം അവിടെ ഒരുപാട് സിസ്റ്റർമാരെ, നമ്മളെ എക്സ്ട്രാ നഴ്സുമാരെ കൊണ്ടുവന്ന് നിർത്താം. കാരണം ഡിസാസ്റ്റർ നടന്നേക്കാണ്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, പേഷ്യൻസിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നഴ്സുമാർ വേണം. അപ്പൊ see the extra nurses are assigned from the floors. ഫ്ലോറിൽ ഒരുപാട് നഴ്സുമാരെ കൊണ്ടുവന്ന് നിർത്താം. Are accountable that crash carts are bought and kept in readiness in the triage area. Triage area എന്താ? ഈ ട്രയാഗ് ഏരിയയില് ക്രാഷ് കാർട്ടുകൾ വാങ്ങുകയും സജ്ജമായി സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആർക്ക്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാ. എന്താ? ക്രാഷ് കാർട്ട്സ് എന്ന് വെച്ചാൽ എന്താ? ഈ ഷെൽഫുകളൊക്കെ പോലത്തെ ക്രാഷ് കാർട്ട്സ് എന്ന് വെച്ചാല് ഷെൽഫുകളൊക്കെ ഇല്ലേ, ഈ എന്താ പറയാ, ക്രാഷ് കാർട്ട്സ്, മറ്റേ മരുന്നുകള്, മെഡിസിൻസുകള്, പേഷ്യൻസിന്റെ അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കണ ക്രാഷ് കാർട്ട്സ്. ഡ്രോയികള്, ഷെൽഫുകൾ, ഹോസ്പിറ്റലില് എക്യുപ്മെന്റ്, അവിടുത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകണ ഡ്രോയികൾ അല്ലെങ്കിൽ എന്താ വിതരണം ചെയ്യുന്നത്. അങ്ങനെ ക്രാഷ് കാർട്ട് എന്നൊക്കെ പറയുന്നത് ട്രോളിയാണ്. അതെന്താ? മെഡിക്കൽ സർജിക്കൽ എമർജൻസി സൈറ്റില്, മെഡിക്കൽ എമർജൻസി സമയത്ത് പെട്ടെന്ന് ക്രാഷ് കാർട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എമർജൻസി ആയ ഫസ്റ്റ് എയ്ഡ്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ അങ്ങനെ എടുത്തുകൊണ്ട് പോണത് ക്രാഷ് കാർട്ട്സ്. അത് വാങ്ങുകയും വേണം. അതുപോലെ തന്നെ ആൻഡ് കെപ്റ്റ് ഇൻ റീഡിംഗ്നെസ്, അത് അത് വാങ്ങുകയും വേണം. അതുപോലെ തന്നെ അത് സൂക്ഷിച്ചു വെക്കാനുള്ള ഇതും നോക്കണം നമ്മൾ. അതാണ് പറഞ്ഞത്. ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ്, നമ്മൾ ഏതാ പറഞ്ഞത്? മൂന്നാമത്തെ പോയിന്റ് അല്ലേ പറഞ്ഞേ? മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? ആർ അക്കൗണ്ടബിൾ ദാറ്റ് ക്രാഷ് കാർട്ട്സ് ആർ ബോട്ട് വാങ്ങണം ആൻഡ് കെപ്റ്റ് സൂക്ഷിക്കണം ഈസ് റീഡിംഗ്നെസ് ഇൻ ദ ട്രയാഗ് ഏരിയ. എന്താ? ട്രയാഗ് ഏരിയയിൽ ക്രാഷ് കാർട്ടുകൾ വാങ്ങുകയും അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക. അത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സെക്കൻഡ് ഇതാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യേണ്ടതാണ് ആ പറഞ്ഞത്. തേർഡാമത്തെ പോയിന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് പറഞ്ഞു? കാഷ്വാലിറ്റി, ഡിസാസ്റ്റർ നടന്ന സമയത്ത് നമ്മൾ പേഷ്യന്റിനെ സ്വീകരിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ഫ്ലോറിൽ സിസ്റ്റർമാരില്ലെങ്കിൽ ഒരുപാട് സിസ്റ്റർമാരെ കൊണ്ടുവന്ന് നിർത്താം. മൂന്നാമത്തെ പോയിന്റ് എന്താ? അക്കൗണ്ടബിൾ ക്രാഷ് കാർട്ട്സ്. ഇപ്പൊ ക്രാഷ് കാർട്ട്സ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്സ്, പെട്ടെന്ന് എമർജൻസി സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി എമർജൻസി പാക്കേജ് ഉണ്ട്. എമർജൻസി നമ്മൾ
അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ കാർഡ്സിൽ ഉണ്ടാവും, ആ ഡ്രോയിൽ ഉണ്ടാവും. അപ്പൊ ആ ഡ്രോ കൊണ്ടുവരികയും വേണം, അതുപോലെ തന്നെ അത് സൂക്ഷിച്ചു വെക്കണം. പ്രയാഗ് ഏരിയയിൽ കൊണ്ടുവരികയും അതുപോലെ അത് സൂക്ഷിച്ച് വെക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താ, മേക്ക് ഷുവർ ദാറ്റ് പോർട്ടബിൾ എക്സ്റേ മെഷീൻ ബ്രോട്ട് കെപ്റ്റ്. എന്താ ഇത് അതുപോലെ തന്നെയാണ് പോർട്ടബിൾ എക്സ്റേ, ചെറുതായിട്ട് കൊണ്ടുപോകാൻ പറ്റണ, നമുക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റണ പിടിക്കണ പോർട്ടബിൾ എക്സ്റേ ഉണ്ട്, എക്സ്റേ മെഷീൻ ഉണ്ട്, അത് വാങ്ങുകയും വേണം. അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് എവിടെ വെക്കണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കെപ്റ്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ശ്രദ്ധിക്കുക, നമ്മൾ എവിടെയാണ് ഇത് സൂക്ഷിച്ച് വെക്കണേന്ന്. കാഷ്വാലിറ്റിന്ന് തരും, റിസപ്ഷന് തരും, ഹോസ്പിറ്റലിൽ തരും, സ്റ്റോർ റൂം തരും. അപ്പൊ നോക്കാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് മേക്ക് ഷുവർ ദാറ്റ് പോർട്ടബിൾ എക്സ്റേ മെഷീൻ ബ്രോട്ട് ആൻഡ് കെപ്റ്റ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ 4 പോയിന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ 4 പോയിന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓരോ പോയിന്റിനും ഓരോ മൂല്യമുണ്ട്. നോക്കാം കറക്റ്റ്. ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ എന്താ, നമ്മൾ കാർട്ടുകൾ സൂക്ഷിക്കുക. ക്രാഷ് കാർട്ട്, എമർജൻസി എക്യുപ്മെന്റ് അടങ്ങിയ ഒരു വലിയ കാർട്ട് ഉണ്ട്, അത് ക്രാഷ് കാർട്ട് ആയാലും അത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അത് വാങ്ങാം. പിന്നെ നമ്മുടെ പോർട്ടബിൾ എക്സ്റേ അതും സൂക്ഷിക്കുക, അല്ലെങ്കിൽ വാങ്ങുക. എന്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. ഓക്കെ, ആ 4 പോയിന്റും ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. 4 പോയിന്റ് വായിച്ചു നോക്കിയേ. ഓക്കെ, നെക്സ്റ്റ് എന്താ, വായിച്ച എല്ലാരും. ഓക്കെ, നെക്സ്റ്റ് സെക്യൂരിറ്റി. നമുക്ക് നോക്കാം സെക്യൂരിറ്റി എന്താണ്. നമ്മൾ പഠിക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, അതിൽ സെക്യൂരിറ്റി. സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ്. സെക്യൂരിറ്റിക്ക് എന്താ, ചില ചുമതലകളുണ്ട്. സം ഓഫ് ദ ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആർ. സുരക്ഷയ്ക്കുള്ള ചില ചുമതലകൾ, നിർദ്ദേശിച്ചിട്ടുള്ള ചില ചുമതലകൾ എന്താന്ന് നോക്കാം. ഫസ്റ്റ്, വർക്കിംഗ് ക്ലോസ് കോഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. എന്താ, ലോക്കൽ പോലീസുമായി നമ്മൾ അടുത്ത സഹകരണത്തോടുകൂടി പ്രവർത്തിക്കണം. കോ ഓപ്പറേഷൻ, ക്ലോസ് ആയിട്ട്, നല്ല ക്ലോസ് ആയിട്ടായിരിക്കണം ലോക്കൽ പോലീസിനോട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ വർക്കിംഗ് ക്ലോസ് കോഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസിനോട് നമ്മൾ എങ്ങനെ വേണം, നല്ല അടുത്ത സഹകരണത്തോടെ വേണം ലോക്കൽ പോലീസിനോട് ഇടപഴകാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താ, മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ദ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ, ഹോസ്പിറ്റലിന് അകത്തും പുറത്തും നമ്മൾ ഓർഡർ ആയിട്ട് കറക്റ്റ് എല്ലാ കാര്യവും 1/2 അങ്ങനെയുള്ള ഇതില് നമ്മൾ ഓർഡർ ആയിട്ട് കൊണ്ടുപോകാം. മെയിൻറ്റെയിൻ ഓർഡർ, നമ്മൾ ആ ഓർഡർ കറക്റ്റ് ആയി കൊണ്ടുപോകാം. വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ആൻഡ് ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഓരോന്നിനും ഓരോ ഓർഡർ ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഒരുപാട് പേരെ രൂപീകരിക്കും. അതിനെല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് വിളിക്കുമ്പോൾ അവർ ഓരോന്നും ഓർഡർ ആയിട്ട് കറക്റ്റ് വരണം. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ്, ക്ലോസ് ഓപ്പറേഷൻ, വർക്കിംഗ് ക്ലോസ് ഓപ്പറേഷൻ അറ്റ് കോഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസുമായിട്ട് നല്ല ബന്ധം പുലർത്താം. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ, മെയിൻറ്റെയിൻ ഓർഡർ വിത്ത് ദ ഔട്ട്സൈഡ് എന്ന് വെച്ചാൽ ആശുപത്രിക്ക്, ഹോസ്പിറ്റലിന് അകത്തും പുറത്തും നമ്മൾ എന്തെല്ലാം ഓർഡറുകൾ ഉണ്ടോ അത് കറക്റ്റ് ആയിട്ട് പാലിക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താ, ഡയറക്റ്റ് ട്രാഫിക് സോ ആസ് ടു ബ്ലോക്ക് ദ ഫ്രീ എൻട്രി ഓഫ് പേഷ്യൻസ് ക്യാരിയിങ് വെഹിക്കിൾ ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞേ, ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തും ഒരുപാട് പേഷ്യന്റ് വാഹനങ്ങളായിട്ട് വണ്ടിക്ക് വരും അല്ലെ. ആ വണ്ടിക്ക് വരുമ്പോ ആ വണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന സ്ഥലത്ത് കുറെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ പാർക്കിംഗ് ഏരിയ, എന്നിട്ട് അവിടെ ഒരു ചെറിയ തുക മേടിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താ, ഇങ്ങനെ രോഗികളെ കൊണ്ടുവരുമ്പോൾ സൗജന്യ പ്രവേശനം തടയാതിരിക്കാൻ നമ്മൾക്ക് ഒരു ട്രാഫിക് നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ എന്താ, അവിടെ ഒരുപാട് വണ്ടികൾ വരും, പേ അടച്ചാലും അല്ലെങ്കിലും ഒരുപാട് വണ്ടികൾ അവിടെ വരും. അപ്പൊ ആ സമയത്ത്
അപ്പൊ എന്താണ് ആ സമയത്ത് ഒരുപാട് വണ്ടികൾ നമ്മൾ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കുന്ന നേരത്തായാലും അല്ലെങ്കിലും പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നേരത്തൊക്കെ ആണെങ്കിലും ഒരുപാട് പേഷ്യൻസ് അവിടെ വരും. അപ്പൊ അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ എന്താ ചെയ്യാം, ഡയറക്റ്റ് ട്രാഫിക് ആ സമയത്ത് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അല്ലെ. ഡയറക്റ്റ് ട്രാഫിക് സോ ആസ് നോട്ട് ടു ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക് ആണ്. അപ്പൊ നമ്മൾ ഫ്രീ എൻട്രി ഓഫ് പേഷ്യൻസിനെ നമ്മൾ കടത്തിവിടാം, ഫ്രീ ആയിട്ട് കടത്തിവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. പേഷ്യൻസിനെ നമ്മൾ ഫ്രീ ആയിട്ട് കടത്തിവിടാം, ഡയറക്റ്റ് എൻട്രി ടു ദ പേഷ്യൻസ്. പിന്നെന്താ, ഡയറക്റ്റ് എൻട്രി ടു ദ പേഷ്യൻസ്. അപ്പൊ നമ്മള് എന്താ ചെയ്യാ, പേഷ്യൻസിനെ കടത്തിവിടാം. ആശുപത്രിയുടെ അകത്തേക്കും പുറത്തേക്കും വാഹനമായിട്ട് ഒരുപാട് പേഷ്യന്റ് ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും. അപ്പൊ അതൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അവരുടെ വാഹനങ്ങളുമായിട്ട് വരുന്ന രോഗികളെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് കടത്തിവിടാം അല്ലെ. ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിലെ ആൾക്കാർ, നമുക്കറിയാം ഹോസ്പിറ്റലിലെ വരുന്നത് ആരായിരിക്കും, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് വേണം, കടത്തിവിടാം. ട്രാഫിക് ആണെങ്കിൽ അവരെ ഇങ്ങോട്ട് കടത്തിവിടാം. അതാണ് ഡയറക്റ്റ് ട്രാഫിക്, നേരിട്ട് ട്രാഫിക്. ആസ് നോട്ട് ടു ബ്ലോക്ക് ഫ്രീ എൻട്രി ദ പേഷ്യന്റ് ക്യാരി വെഹിക്കിൾസ് ടു ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് എന്താ പറഞ്ഞേ, 4ാമത്തെ പോയിന്റ്, പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ. പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ പേഷ്യന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ, വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ ഏതൊക്കെ പെടും, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ. അപ്പൊ പ്രൊജക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ എന്താ പറഞ്ഞേ, ഹോസ്പിറ്റലിന്റെ കീ ഇൻസ്റ്റലേഷൻ, ഹോസ്പിറ്റലിന്റെ കീ ഇൻസ്റ്റലേഷൻ സംരക്ഷിക്കുക. കീ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് യന്ത്രപരമായത്. കീ ഇൻസ്റ്റലേഷൻ എന്ന് വെച്ചാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്ക് ഏരിയ, അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ, അവിടൊക്കെ എന്താ, അവിടൊക്കെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം, അതൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പം ഇലക്ട്രിക് ഡയറക്റ്റ് ട്രാഫിക് നമ്മൾ ബ്ലോക്ക്, എന്തെങ്കിലും ഭയങ്കര ബ്ലോക്ക് ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ അവരെ കടത്തിവിടാം. അതിനുശേഷം എന്താ ചെയ്യാം, ഹോസ്പിറ്റലിലെ കീ ഇൻസ്റ്റലേഷൻ, നമ്മൾക്ക് ഹോസ്പിറ്റലിലെ കീ ഇൻസ്റ്റലേഷൻ. അത് കഴിഞ്ഞിട്ട് അതിലാണ് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള കീ ഇൻഫർമേഷൻ ആണ്. പേഴ്സണൽ, പിന്നെ നെക്സ്റ്റ് പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ അവർ സ്വന്തമായിട്ടും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾക്കുള്ളതാണ്. അതാണ് പറഞ്ഞ പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സംരക്ഷണം എന്താ, യന്ത്രോപകരണം പോലെയാണ്. ഹോസ്പിറ്റലിന്റെ ഇതെങ്ങനെ, യന്ത്രോപകരണം പോലെ, ഭയങ്കര ഇതുപോലെയാണ്. പിന്നെന്താ, യന്ത്രോപകരണം ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് എന്താ, കീ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് യന്ത്രം പോലെ. നമ്മൾ യന്ത്രം പോലെ എന്ന് പറയുന്നത് എന്താ, നമ്മൾ സ്വിച്ച് ഇട്ടാ കത്തും അല്ലെങ്കിൽ യന്ത്രം അനങ്ങില്ല അല്ലെ. നമ്മൾ അങ്ങനെ നിന്നാലോ എന്ത് ചോദിച്ചാലും മിണ്ടില്ല. പക്ഷെ വല്ലപ്പോഴും യന്ത്രം റോബോട്ടൊക്കെ ചലിക്കുന്ന പോലെ നമ്മൾ ചലിക്കും. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഓക്കെ, അപ്പൊ 5ാമത്തെ പോയിന്റ് എന്താ, പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസിലെ ഹോസ്പിറ്റലിലെ രോഗികളെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഹോസ്പിറ്റലിലെ വ്യക്തികൾ ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും അവിടെ ജോലി ചെയ്യുന്നത്, ടെക്നിക്കലും ആയാലും അപ്പൊ അവരെയൊക്കെ നമ്മൾ എന്താ പ്രൊട്ടക്ട് ചെയ്യാം. പിന്നെന്താ ലാസ്റ്റ് പോയിന്റ്, ഓൾ ഹോസ്പിറ്റൽ പേഴ്സണൽ ഷുഡ് വെയർ ഐഡന്റിറ്റി കാർഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിറ്റി കാർഡ് ധരിക്കണം. ഹോസ്പിറ്റലിൽ സാധാരണയായിട്ട് നമ്മൾ ഐഡന്റിറ്റി കാർഡ് ധരിക്കുക. ഐഡന്റിറ്റി കാർഡ് ധരിച്ചില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് ആണെന്നറിയോ, ഇല്ല, സ്റ്റാഫ് ആണെന്ന് അറിയുകയും ചെയ്യാം. അതുമല്ല നമ്മുടെ ജോലിയോട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ അത് നോക്കാം. 7 പോയിന്റ് ഉണ്ട്, ഒന്നുകൂടി പറയാം. സെക്യൂരിറ്റി, നമ്മുടെ സം ഓഫ് ദി ഡ്യൂട്ടി സജസ്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും ഡ്യൂട്ടി, എല്ലാവരും നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയില് നമ്മൾ ഡിഫറോൾ ഡെയിലി ആക്ടിവിറ്റീസിനെ കുറിച്ച് വ്യത്യാസപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മൾ ഡെയിലി കാണാത്തതും കാണുന്നതും. അപ്പൊ അതില് വർക്ക് ഇൻ ക്ലോസ് കോപ്പറേഷൻ ഓഫ് ലോക്കൽ പോലീസിന് കോപ്പറേഷൻ കാണിച്ചു കൊടുക്കാം. മെയിൻറ്റെയിൻ ഓർഡർ വിത്ത് ദ സൈഡ് ദ ഹോസ്പിറ്റൽ. പിന്നെന്താ, ദുരിതബാധിതരെ സഹായിക്കാനും സഹായിച്ചവരെ തയ്യാറാക്കാനും നമ്മൾ നടപ്പിലാക്കുക. മൂന്നാമത്തെ എന്താ, ട്രാഫിക് ഡയറക്ടർ സോ ആസ് നോട്ട് ടു ബ്ലോക്ക് ദ ഫ്രീ എൻട്രി ഓഫ് പേഷ്യന്റ് ക്യാരിയിങ് വർക്ക് ടുവേർഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താ മൂന്നാമത് പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഡയറക്റ്റ് ട്രാഫിക് നമ്മൾ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ പേഷ്യന്റിനെ നമ്മള് വേഗം, നമ്മളുടെ ഹോസ്പിറ്റലാണ്, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവര് നേരത്തെ നമ്മള് ട്രാഫിക് കൺട്രോൾ ചെയ്ത് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ പുറത്തെത്തിക്കാം. പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞേ, നമ്മുടെ കീ ഇൻസ്റ്റലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാം. പവർ സ്റ്റേഷൻ അതിൽ ഏതൊക്കെ പെട്ടിട്ടുണ്ട്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, ടാങ്ക്, വിറ്റാർ അണ്ടർലൈൻ ചെയ്യാം. ഏതൊക്കെയാണ് നമ്മുടെ പ്രൊട്ടക്ട് കീ ഇൻസ്റ്റലേഷൻ, ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. അഞ്ചാമത്തെ എന്താ, റിസ്ട്രെയിൻ ആൻഡ് ആക്ടിവിറ്റി കൺട്രോൾ ആക്സസ് ടു ദ ഹോസ്പിറ്റൽ, ഡയറക്ട് ദ എൻട്രി ഓഫ് ഓതറൈസ്ഡ് പ്ലാൻസ് ടു അപ്രോപ്രിയേറ്റ് കേസസ് എമർജൻസി. അഞ്ചാമത്തെ പോയിന്റ് എന്താ, ഹോസ്പിറ്റലിലേക്കുള്ള ആ ഒരു നമ്മൾ പറഞ്ഞു സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യുക ഹോസ്പിറ്റൽ ഡയറക്ട് വരുന്നത്. പിന്നെ ആറാമത്തെ പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ പേഴ്സണൽ ആയ ഈ കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്. പിന്നെ ഓൾ ഹോസ്പിറ്റൽ പേഴ്സണൽ ഷുഡ് വെയർ ഐഡന്റിറ്റി കാർഡ്. എല്ലാവരും ഐഡന്റിറ്റി കാർഡ് ധരിക്കുക. വായിച്ചു നോക്കിയതല്ലേ, എല്ലാവർക്കും കിട്ടിയാ? വായിച്ചു നോക്കിയിട്ട് എല്ലാവർക്കും കിട്ടിയാ? ആരുമില്ല ഇവിടെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ല. എല്ലാരും കൂടെ തുടങ്ങിയ തസ്തീം ഉണ്ട്. ബിനോയ് ഒന്നും ഇല്ലേ? ബിനോയ് എവിടെ പോയി? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എടുത്ത് തീർക്കണം. ഉണ്ട്. ഓക്കെ ഓക്കെ, നെറ്റ് സ്റ്റോ ആണ്. ഓക്കെ, അവിടെ മഴയൊക്കെ ഉണ്ടോ? മഴ മാറിയാ? ഓക്കെ, സെക്യൂരിറ്റി എന്താ, സുരക്ഷ നോക്കാം. സം ഓഫ് ഡ്യൂട്ടീസ് സജസ്റ്റഡ് ആണ്. അതിൽ ചില ചുമതലകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, ചില ചുമതലകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ് നോക്കാം. വർക്ക് ഇൻ ക്ലോസ് കോഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടെ പ്രവർത്തിക്കുക. ലോക്കൽ പോലീസുമായിട്ട് നമ്മൾ അടുത്ത സഹകരണത്തോടെ വേണം പ്രവർത്തിക്കാൻ. ലോക്കൽ പോലീസുമായിട്ട് അടുത്ത സഹകരണത്തോടെ പ്രവർത്തിക്കുക. എന്താ നമ്മുടെ ഹെഡിങ്? സെക്യൂരിറ്റി. സെക്യൂരിറ്റിയിൽ നമുക്ക് എന്താ ഇമ്പോർട്ടന്റ്? അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ഇനി അബദ്ധവശാൽ നിങ്ങൾ ചോദിച്ചാല്. അപ്പൊ സെക്യൂരിറ്റിനെ കുറിച്ച് അധികം ഒന്നും അങ്ങനെ പഠിക്കാനില്ല. സെക്യൂരിറ്റിയുടെ എന്താ? സെക്യൂരിറ്റിയുടെ എന്താ? ഇല്ല പോയിട്ടില്ല. ഇവിടെ ഉണ്ട്. പോയാ? ഉറക്കം വന്നിണ്ടാ? എല്ലാവരും കിടന്നൊക്കെയാണോ കാണുന്നത്? ഓക്കെ, ഈ നേരത്തായതുകൊണ്ട് ഭയങ്കര ഒരു പാട്. ഓക്കെ പിന്നെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ട്രയാഗ് എടുക്കാം. ട്രയാഗ് എന്താ? ദ പ്രോസസ് ഓഫ് സോർട്ടിങ് ഇരുന്നുണ്ട്. The process of sorting people based on their requirements of immediate medical treatment as compared to their chance of benefiting from such care. എന്താ? നമ്മൾ പരിചരണത്തിന് പേഷ്യൻസിന് കെയർ കൊടുക്കും. നമ്മൾ കെയർ കൊടുക്കുമ്പോ പേഷ്യൻസിന് അത് പ്രയോജനം കിട്ടാനായിട്ട് നമ്മൾ എന്താ അങ്ങനെ ആവശ്യപ്പെടുമ്പോ അവരുടെ വൈദ്യ ചികിത്സയ്ക്കുള്ള റിക്വയർമെന്റ് ആളുകൾ തന്നെ നമ്മൾ തരംതിരിക്കുന്ന പ്രക്രിയ പ്രോസസ് ഓഫ് സോർട്ടിങ്. എന്താ ട്രയാഗ് എന്ന് വെച്ചാൽ എന്താ? പ്രോസസ് ഓഫ് സോർട്ടിങ്. അണ്ടർലൈൻ ചെയ്തിടാം. പ്രോസസ് ഓഫ് സോർട്ടിങ് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ തരംതിരിക്കുന്ന പരിപാടി പ്രോസസ് ഓഫ് സോർട്ടിങ്. അങ്ങനെ ജനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം? യൂസ്ഡ് ദയർ റിക്വയർമെന്റ്സ് ഓഫ്
ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് കമ്പയർഡ് ദയർ ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ് ഫ്രം സച്ച് ആസ് എന്ന് വെച്ചാല് നമ്മൾ കമ്പയർ ചെയ്യൂലേ, നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കമ്പയർ ചെയ്യില്ലേ. ട്രയാഗ് ഈസ് ഡൺ എമർജൻസി റൂംസ് ഇറ്റ്സ് ആഫ്റ്റർ വാർഡ്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് മസ്റ്റ് അലോക്കേഡ് നമ്പർ ഓഫ് സർവൈവർ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ, നമ്മൾ ജീവിച്ചിരിക്കുന്നവര് അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്ന് അതിജീവിച്ചു അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പരിമിതമായ മെഡിക്കൽ വിഭവങ്ങൾ അനുഭവിക്കുമ്പോൾ എമർജൻസി റൂം ദുരന്തങ്ങളിലും യുദ്ധങ്ങളിലും വിചാരണ ചെയ്യപ്പെടുന്നു. ട്രയാഗ് എന്ന് വെച്ചാൽ വിചാരണ. ട്രയാഗിനർത്ഥം വിചാരണ. ഓക്കെ, ട്രയാഗ് എന്ന് വെച്ചാൽ എന്താ? വിചാരണ. ട്രയാഗ് വിചാരണ. അപ്പൊ ഈ വിചാരണ പ്രോസസ് ഓഫ് അതെങ്ങനെ തരംതിരിക്കണം, എങ്ങനെയാണ് ട്രയാഗ് ചെയ്യുക? പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദയർ റിക്വയർമെന്റ്സ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് കമ്പയർഡ് ടു ദയർ ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ് എന്ന് വെച്ചാല് പേഷ്യന്റിനെ പരിചരിക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രയോജനം കിട്ടാനായിട്ട്, കെയർ ചെയ്യുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടാനായിട്ട് നമ്മൾ എന്താ അവരെ കൂടെ തന്നെ നിന്ന് അവർക്ക് അത് സാധ്യമാക്കി കൊടുക്കും. അത് സാധ്യമാക്കി കൊടുക്കുമ്പോൾ ഉടനെയുള്ള വൈദ്യ ചികിത്സയ്ക്ക് റിക്രൂട്ട്മെന്റിനായി അടിസ്ഥാന ആളുകളെ ഇതാകുന്നു. എന്ന് വെച്ചാൽ എത്ര നമുക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും ചിലവര് ആയുർവേദവും കൂടി പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ആയുർവേദമൊക്കെ എപ്പോഴും ഇങ്ങനെ കാണുന്നവരുണ്ടാവും. അപ്പൊ ഈ ആയുർവേദമൊക്കെ കാണുന്നവരാണെങ്കിൽ അവരെന്താ പരിചരണത്തിന് മുമ്പ് തന്നെ ഈ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ തീർത്ത് നല്ല രീതിയിൽ വീട്ടിലിരിക്കാം അല്ലെ. അതാണ് ട്രയാഗ്. ട്രയാഗിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ? 2 പോയിന്റ് അതിൽ കൊടുത്തിട്ടുള്ളൂ. എന്താ ട്രയാഗിന്റെ ഫസ്റ്റ് പോയിന്റ്? അത് അണ്ടർലൈൻ ചെയ്തിടാം. പ്രോസസ് ഓഫ് സോർട്ടിങ്. പ്രോസസ് ഓഫ് സോർട്ടിങ് ഏതാ? ട്രയാഗ്. പ്രോസസ് ഓഫ് സോർട്ടിങ് ഏതാ? ട്രയാഗ്. എല്ലാരും കുറിച്ചിട്ടാ? പ്രോസസ് ഓഫ് സോർട്ടിങ് ആണ് ട്രയാഗ് എന്ന് പറയുന്നത്. ട്രയാഗ് മാത്രം ഉണ്ട്, അതിന്റെ കൂടെ ഒന്നുമില്ല. ഇമ്മീഡിയറ്റ് എന്താ മെഡിക്കൽ റിസോഴ്സസ് മസ്റ്റ് അലോക്കേഡ് ടു എൻഹാൻസ് ദ നമ്പർ ഓഫ് സർവൈവേഴ്സ്. പിന്നെന്താ പറഞ്ഞേ? അലോപ്പതിക്ക് നമ്മൾ പിന്നെ പറഞ്ഞു ട്രയാഗ് ഈസ് ഡൺ എമർജൻസി റൂം. അവിടെ എമർജൻസി റൂമിൽ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് അത്യാവശ്യമുള്ള എമർജൻസി ഉള്ളതും ഇല്ലാത്തതുമായ പേഷ്യന്റിനെ കിടക്കും. ഡിസാസ്റ്റർ ദുരന്തം സംഭവിച്ചിട്ടുണ്ടാവും, യുദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. വെൻ ലിമിറ്റഡ് മെഡിക്കൽ റിസോഴ്സസ് മസ്റ്റ് ബി അലോട്ടഡ് ടു എൻഹാൻസ് ദ നമ്പർ ഓഫ് സർവൈവേഴ്സ്. എന്താ പറഞ്ഞേ? സർവൈവേഴ്സിന് മുമ്പ് ഈ ഇവിടെ മരിക്കുന്ന സമയത്ത് നമ്മളെന്താ വിചാരണ ചെയ്യും. വിചാരണ ചെയ്യുന്നത് ഇതിലാ എമർജൻസി റൂമിൽ. എമർജൻസി റൂമിലാണ് വിചാരണ ചെയ്യുന്നത്. അപ്പൊ അത് ഓർക്കാം. ട്രയാഗിന് അത്രേ ഉള്ളൂ. പിന്നെ ട്രയാഗിന്റെ കാറ്റഗറിയാണ്. സിമ്പിൾ ആണ്. കാറ്റഗറി തിരിക്കുമ്പോ എത്ര കാറ്റഗറി ഉണ്ട്? 1, 2, 3, 4 കാറ്റഗറി ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഓക്കെ, അപ്പൊ കാറ്റഗറി 1 നമുക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, പെട്ടെന്ന് ട്രീറ്റ്മെന്റ് വരും. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ട്രയാഗിന്റെ കാര്യങ്ങൾ പഠിച്ചു. 2 പോയിന്റ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കാറ്റഗറി 1 നമ്മൾ തിരിച്ചേക്കാണ്. ഇതില് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വന്നാൽ എന്ത് ചെയ്യണം? സെവറിംഗ് ബ്ലീഡിംഗ്, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ന്യൂമോത്രാക്സ്, ഹീമോത്രാക്സ്, hypovolemic stroke, extremity severely injured, facial burns, the burns to upper respiratory feet. ഇതൊക്കെയാണ് നമ്മൾ കാറ്റഗറി 1 പറഞ്ഞത്. ഓക്കെ,
കാറ്റഗറി ഇപ്പൊ നിങ്ങളോട് ചോദിക്കും കാറ്റഗറി 1 പെടുന്ന ട്രീറ്റ്മെന്റ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് പറയും ഇത് ഏത് കാറ്റഗറി പെടും, അല്ലെങ്കിൽ പറയും ഇതിന് ഏത് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണോ അതോ സ്ലോവിലുള്ളതാണോ ഡിലേഡ് ആണോ ഏതാണെന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കുക. എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കാം? കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കാം? സിവിയർ ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഭയങ്കര കഠിനമായ ബ്ലീഡിങ് ആണെങ്കിലും, ചില ബ്ലീഡിങ് ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് എടുക്കും അല്ലെ. ചില എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് എന്തായിരിക്കും ബ്ലീഡിങ് നിൽക്കില്ല, അവർക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും, ഉള്ളില് വല്ല ഇന്റേണൽ ഉണ്ടാവും, ഇന്റേണൽ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ സിവിയർ ബ്ലീഡിങ് ഉള്ളവർക്കും ഒബ്സ്ട്രക്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വെച്ചാൽ എന്താ, റെസ്പിറേറ്ററി നമ്മുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും തടസ്സം വരാം, ശ്വാസം വിടാനുള്ള ഒരു ബുദ്ധിമുട്ട്, ശ്വാസകോശത്തിന് എന്തെങ്കിലും തടസ്സം വരുമ്പോഴും ഷോർട്ടിങ് ചെയ്യുന്നത് ഈ കാറ്റഗറി അല്ലല്ല, ഷോർട്ടിങ് ചെയ്യുന്നത് ഈ കാറ്റഗറി അല്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞില്ലല്ലോ. മെസ്സേജ് ഇട്ടത് ആരാണ്? ആരാ മെസ്സേജ് ഇട്ടേ? മെസ്സേജ് അപ്പൊ ഷോർട്ടിങ് ഇതിൽ പറഞ്ഞില്ല, ഇതിൽ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഒബ്സ്ട്രക്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി ആക്റ്റും ന്യൂമോതെറാക്സും ഹീമോതെറാക്സും ഇവ നമ്മുടെ കൂടുതലും ശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്, ശ്വാസകോശത്തിൽ ബന്ധപ്പെട്ടതാണ് കാറ്റഗറി 1 വരുന്നത്. അപ്പൊ സിവിയർ ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ ഒബ്സ്ട്രക്ഷൻസ് ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്, ന്യൂമോതെറാക്സ്, പിന്നെ ന്യൂമോതെറാക്സ്, പിന്നെ ഹൈപ്പോവോളിമിക് എന്ന് വെച്ചാൽ എന്താ, ഹൈപ്പോവോളിമിക് എന്ന് വെച്ചാൽ ഹൈപ്പോവോളിമിക് ഷോക്ക്, എക്സ്ട്രീംലി സിവിയർ ഇഞ്ചുറി, പിന്നെ ഫേഷ്യൽ ബേൺസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാറ്റഗറി 1 പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു പേഷ്യന്റിനെ കാണാൻ പറ്റും, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പേഷ്യന്റിന് എങ്ങനെ ട്രീറ്റ്മെന്റ് വേണം, ഡിലേ ആയിട്ട് ട്രീറ്റ്മെന്റ് വേണോ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ കാറ്റഗറി 1 വരുന്നത്. അപ്പൊ പെട്ടെന്ന് ബ്ലീഡിങ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ന്യൂമോതെറാക്സും ഹീമോതെറാക്സും, പിന്നെ ഹൈപ്പോവോളിമിക് ഷോക്ക്, എക്സ്ട്രീംലി ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ്, എക്സ്ട്രീംലി സിവിയർ ഇഞ്ചേർഡ് എന്ന് വെച്ചാൽ കാലുകൾക്ക്, കൈക്കും കാലിനൊക്കെ മുറിവ് വന്നാല്, ഫേഷ്യൽ ബേസ്, മുഖം പൊള്ളാം, പിന്നെ ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ആക്ട് എന്ന് വെച്ചാൽ എന്താ, മുകളിൽ ശ്വാസകോശത്തിന് ലങ്സിലെ ശ്വാസകോശത്തിന് അതിന് മുകളിൽ എന്താ നമ്മുടെ അതിന്റെ ഇവിടെ പൾമനറി അവിടെയൊക്കെ നമുക്ക് പൊള്ളലേറ്റാലും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാറ്റഗറി 1 ആണ് അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, കാറ്റഗറി 1 ആണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ശരീരത്തില് ദ്രാവകങ്ങൾ, ഹൈപ്പോവോളമിക് ഷോക്ക് മീൻസ് ഓക്കെ, ഹൈപ്പോവോളമിക് ഷോക്ക് എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തില് രക്തം വഴി ആ ദ്രാവകം വഴി ഒരുപാട് ഇത് പോകും, എന്ത് പോകും, നമ്മുടെ ശരീരത്തില് ഒരുപാട് 15% രക്തമോ ദ്രാവകമോ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, ഒരു നമ്മുടെ ജീവൻ എങ്ങനെയായിരിക്കും, ഒരുപാട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയാൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ തളർന്നു, നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോയാൽ എന്താ, നമ്മൾക്ക് ഇപ്പൊ തന്നെ ഒരാൾ ഭയങ്കര വോമിറ്റിംഗ് ആണ്, എന്ത് കഴിച്ചാലും വോമിറ്റിംഗ് ആണെങ്കിൽ പിന്നെ അവർ നേരെ നിൽക്കും ഇല്ല, അവരുടെ ശരീരത്തിൽ നിന്ന് വെള്ളമോട് പോയത്, അപ്പൊ അവരെങ്ങനെയായിരിക്കും നിൽക്കുക, അവർക്ക് ഭയങ്കര വീക്കായിരിക്കും, അവരുടെ ബോഡി ഭയങ്കര വീക്കായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാവണ അതേപോലെ തന്നെയാണ് ഹൈപ്പോവോളിമിക് എന്ന് പറയുന്നത്. ഹൈപ്പോവോളിമിക് അപ്പൊ ഒരു ഷോക്ക് ഉണ്ടാവും, അതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡോ അല്ലെങ്കിൽ ദ്രാവകം വെള്ളം വഴി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു ജീവന്റെ ആ ഒരു അവസ്ഥ, അതാണ് ഹൈപ്പോവോളിമിക് ഷോക്ക്. അപ്പൊ ഒരു ഷോക്ക് ഉണ്ടാവും, നമ്മുടെ ഒരു ഭാഗം തളർന്ന് നമ്മുടെ ശരീരത്തിൽ ഒട്ടും വെള്ളമില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഹൈപ്പോവോളിമിക് ഷോക്ക്. പിന്നെ എക്സ്ട്രീംലി സിവിയർ ഇഞ്ചുറി എന്ന് വെച്ചാൽ കൈക്ക് കാലിന് ഭയങ്കര മുറിവ്, ഫേഷ്യൽ ബേൺസ്, മുഖം കൊള്ളാം, പിന്നെ ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ആക്ട് എന്ന് വെച്ചാൽ ചിലവര് പെട്ടെന്ന് ഒരു വിഷമം വരുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യും,
മണ്ണെണ്ണ എടുത്ത് ഒഴിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താ നെഞ്ച് പെട്ടെന്ന് കൊള്ളും. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനാണ്. നമുക്ക് നെഞ്ചിനൊക്കെ ചൂടേറ്റാലും പെട്ടെന്ന് പൊള്ളി തീരുന്നത് ഏതായിരിക്കും? ഇന്റേണൽ ഓർഗൻസ്. ചെറിയ ടിഷ്യൂസ് ഒക്കെ ഉള്ളത് എവിടെ? ഇന്റേണലിലാണ്. അപ്പൊ നമ്മുടെ ഈ ബോഡിനേക്കാളും കൂടുതൽ പെട്ടെന്ന് ബാധിക്കുന്നത് നമ്മുടെ ഇന്റേണലിലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ റെസ്പിറേറ്ററി ശ്വാസം അവിടെ ആണെങ്കിൽ അതിനെ ബാധിക്കും. അത് അവേഴ്സ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ കാറ്റഗറി 1 ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാറ്റഗറി 2 ഡിലേ ട്രീറ്റ്മെന്റ്. അപ്പൊ കുറച്ച് വൈകിട്ടൊക്കെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അവിടെ പേഷ്യന്റ് ഉണ്ട്, ആ പേഷ്യന്റിന് ഇത്രയും പെർസെന്റേജ് ഉള്ളൂ. ഓക്കെ, ഫസ്റ്റിന്റെ പ്രയോറിറ്റി നോക്കിയേ. പ്രയോറിറ്റി ഫസ്റ്റ് അതിന് കൊടുക്കണം. അതിന്റെ പെർസെന്റേജ് 20% ആണ്. കാറ്റഗറി 2 40%. അവർക്ക് അത്രയും ഉണ്ട്, 40% ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു സാധാരണ ഡീൽ ചെയ്താൽ മതി. അതാണ് ഡിലേഡ് ട്രീറ്റ്മെന്റ്. അതിന് എങ്ങനെ? ഫ്രാക്ചേഴ്സ്, എന്തെങ്കിലും ഒടിവുണ്ടെങ്കിൽ, പിന്നെ ഡിസ്ലൊക്കേഷൻ എന്താ? സ്ഥാനഭ്രംശം വരാം. കൈക്കൊക്കെ എന്തെങ്കിലും എല്ലാം ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവാ. സ്ഥാനഭ്രംശം എന്ന് വെച്ചാൽ എന്താ? നമ്മളെ കൈയുടെ കുഴ തെറ്റിപ്പോവാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടത്തെ ഇങ്ങനെ എല്ലാ പെട്ടെന്ന് അങ്ങനെയെങ്കിലും തെറ്റിപ്പോവാ. പിന്നെ നമുക്ക് ഫ്രാക്ചേഴ്സ്, ഒടിവ് വരാം. പിന്നെ അബ്ഡോമൻ ഇഞ്ചറീസ് ടു അബ്ഡോമൻ, വയറ്റിൽ എന്തെങ്കിലും, നമ്മുടെ അബ്ഡോമനില് അടിവയറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുറിവ് വരാം. പിന്നെന്താ? തൊറാക്സ്, യൂറോജെനിറ്റിക്കൽ ട്രാക്ട്, സ്കള്ള്, ബ്രെയിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് വരുന്നതാണ് കാറ്റഗറി 2 വരുന്നത്. ഡിലേ ട്രീറ്റ്മെന്റ്. അത് നമുക്ക് കണ്ടാ, ഒരു പേഷ്യന്റിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ പേഷ്യന്റിന് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അബ്ഡോമനിലൊക്കെ ഇഞ്ചുറി വന്നാൽ ഭയങ്കര പാടാണ്. വയറിലൊക്കെ ഇഞ്ചുറി വന്നാൽ എങ്ങനെ ഇരിക്കും? പിന്നെ ഫ്രാക്ചേഴ്സ്, ഡിസ്ലോക്കേഷൻ, അബ്ഡോം അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിലേ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പിന്നെ കാറ്റഗറി 3 മിനിമം ട്രീറ്റ്മെന്റ്. സാധാരണ ലെവലില് ഒരു ചെറിയ മുറിവ്, മൈനർ വുണ്ട്, സ്മോൾ ഫ്രാക്ചർ, സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? ഉളുക്ക്. പെട്ടെന്ന് കാലൊന്നും വീണ് അപ്പൊ ഒന്ന് ഉളുക്കി, അപ്പൊ ചെറിയ വലിയ കാര്യമൊന്നുമില്ല. ആ ഉളുക്കിനൊക്കെ നമ്മൾ മിനിമൽ ട്രീറ്റ്മെന്റ്. മൈനർ വൂൺസ്, സ്മോൾ ഫ്രാക്ചർ, ഇതൊക്കെ മിനിമൽ ട്രീറ്റ്മെന്റ്. പിന്നെ കാറ്റഗറി 4 എക്സ്പാൻഡ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? അത് എക്സ്പെക്ട് ഉണ്ട്, അത് പ്രതീക്ഷിക്കേണ്ട, അത് പോയി, മരിച്ചു, ഡൈ, ഇൻജോർഡ്, നോ ചാൻസ് ടു സർവൈവൽ. ഇനി അത് പുനർജീവിച്ച് വരാൻ ഒരു ചാൻസും ഇല്ല. സർവൈവൽ, നോട്ട് സർവൈവൽ. എന്താ? കാറ്റഗറി 4 എന്താ? എക്സ്പെക്ടന്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാൻ ഒരു വഴിയില്ല. നമ്മൾ പ്രതീക്ഷിക്കണ്ട, പേഷ്യന്റ് ഡായി. അങ്ങനെയുള്ളതിന് എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. പ്രതീക്ഷിക്കാം, നമുക്കറിയാം ഈ പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോ തന്നെ അറിയാം ഈ പേഷ്യന്റിനെ മരിക്കാൻ പോവാണ്. പേഷ്യന്റ് ആയുസില്ല, നമുക്ക് പരിശോധിക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള പേഷ്യന്റിനെ കാറ്റഗറി 4 നിർത്തും. കാറ്റഗറി 1, 2, 3, 4 മരിച്ച പേഷ്യന്റ്. അത് ഓർക്കാം, 4 മരിച്ച പേഷ്യന്റ്. ഭയങ്കര സീരിയസ് ആയ പേഷ്യന്റ് കാറ്റഗറി 1, സാധാരണ ലെവലിലുള്ള പേഷ്യന്റ് കാറ്റഗറി 2, ഒട്ടും സീരിയസ് അല്ല, മിനിമം ആണെന്നുള്ളത് കാറ്റഗറി 3, മരിച്ചവര് കാറ്റഗറി 4. ഓക്കെ, അത് ഓർക്കാം. നെക്സ്റ്റ് എന്താ? ടാഗിങ്ങിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതും കൂടി ഉള്ളൂ. എന്താ? പ്രയോറിറ്റി ഫോർ റിമൂവിങ് പേഷ്യൻസ് ഫോർ ഡിസാസ്റ്റർ. നമ്മൾ പറഞ്ഞു, ഇപ്പൊ പ്രയോറിറ്റിയുടെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, ഇത്രയും പെർസെന്റേജ് എന്നൊക്കെ പറഞ്ഞു. അതില് ക്രിട്ടിക്കൽ പേഷ്യന്റ് ഓരോ ടാഗ് കൊടുക്കും. നമ്മൾ വലിയ ഹോസ്പിറ്റലിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചില ഹോസ്പിറ്റലൊന്നുമില്ല, ചില വലിയ ഹോസ്പിറ്റലൊക്കെ എഴുതിയിടും. എങ്ങനെ എഴുതിയിടാം? അവരിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും എന്താ? നമ്മൾ ഇതിൽ ഏത് കാറ്റഗറി പെടും? ഒരേ റെഡ് കളറില് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ? ഐസിയുന്റെ ഒക്കെ മുമ്പിൽ എന്തായാലും ഇത് ഇട്ടിട്ടുണ്ടാവും. ഐസിയുന്റെ മുമ്പിലും ഇതുപോലെ ടാഗ് ചെയ്തിട്ടുണ്ടാവും. ഓരോന്നിനും ഓരോ കളർ ടാഗ് ഉണ്ട്. ഓക്കെ, ഓരോന്നിനും ഓരോ കളർ ടാഗ് ഉണ്ട്. അതില് ഫസ്റ്റ് റെഡ് ടാഗ് ആണ്. ഫസ്റ്റ് എന്താ? റെഡ് ടാഗ്. റെഡ് ടാഗിന് ക്രിട്ടിക്കൽ പേഷ്യന്റ്, ഭയങ്കര സീരിയസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ റെഡ് ടാഗ്, നമുക്കതറിയാലോ. റെഡ് നമ്മളെ എമർജൻസി കേസ്, ഭയങ്കര അപകടത്തിന് ഏത് കളറാണ് യൂസ് ചെയ്യാറ്? റെഡ് അല്ലെ? എമർജൻസിക്കൊക്കെ നമ്മൾ റെഡ് ആണ് യൂസ് ചെയ്യാറ്. ഏതിനാണ് നമ്മൾ റെഡ് റിബൺ ഏതാ? HIV വൈറസ് വന്നാൽ റെഡ് റിബൺ കിട്ടും അല്ലേ? റെഡ് ആണ്. അപ്പൊ അങ്ങനെ റെഡ് എമർജൻസി കേസ്, ഭയങ്കര ക്രിട്ടിക്കൽ ആയ പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ റെഡ് ടാഗ് അതാണ് ഫസ്റ്റ് കിടക്കണത്. അപ്പൊ നമ്മൾ ആ ബോക്സിൽ നോക്കാം. ഇങ്ങനെ ഓരോ കളർ ഇടുമ്പോൾ നമ്മൾ ഇതിൽ ഏത് കളറിൽ പെടും നോക്കാം. അപ്പൊ എമർജൻസി ആണ്, ആ പേഷ്യന്റ് ഭയങ്കര സീരിയസ് ആണ്, ക്രിട്ടിക്കൽ ആണെങ്കിൽ റെഡ് ടാഗിൽ പെടും. സെക്കൻഡ് ആണ് എന്താ? അർജന്റ് പേഷ്യന്റ്, ഭയങ്കര അർജന്റ് ആണ് ഈ പേഷ്യന്റിന്.
ഭയങ്കര ഇതാണ്. യെല്ലോ ടാഗ്. സെക്കൻഡ് യെല്ലോ ടാഗ്. തേർഡ് വോക്കിംഗ് വൂണ്ടഡ്. മുറിവൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല, നടക്കാം അല്ലെ. അങ്ങനത്തെ പേഷ്യന്റിന് ഗ്രീൻ ടാഗ്. അങ്ങനെയുള്ള പേഷ്യന്റിന് ഗ്രീൻ ടാഗ്. അതാണ് വോക്കിംഗ് വൂണ്ടഡ്. സാധാരണ ലെവലില് നടക്കാനൊക്കെ പറ്റുന്ന പേഷ്യന്റിന് ഗ്രീൻ ടാഗ്. ഡെഡ്. ചില പേഷ്യന്റ് മരിക്കും. ഈ പേഷ്യന്റ് മരിച്ചു. അങ്ങനെയുള്ളതിന് ബ്ലാക്ക് ടാഗ്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ടാഗിനും ഓരോ കളർ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർക്കാം. ടാഗിങ് ഏതാ? ക്രിട്ടിക്കൽ പേഷ്യന്റിന് റെഡ് ടാഗ്, അർജന്റിന് യെല്ലോ, വാക്കിംഗ് ഉണ്ട് ഗ്രീൻ ടാഗ്, റെഡ് പേഷ്യന്റിന് ബ്ലാക്ക് ടാഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് START. അതിന്റെ ഫുൾ ഫോം എല്ലാവരും ഓർത്തിരിക്കുക. സിമ്പിൾ ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. സിമ്പിൾ ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും മാർക്ക് ചെയ്തിടാം. It is the method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താ പറഞ്ഞേ? സ്റ്റാർട്ടിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ? സ്റ്റാർട്ട് പറഞ്ഞേ. സ്റ്റാർട്ട് എന്താ? സ്റ്റാർട്ട് എന്ന് വെച്ചാൽ സിമ്പിൾ ട്രയാഗ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ആണ്. 5 പോയിന്റിന്റെ 5 ട്രയാഗ് എന്താ, റാപ്പിഡ് എന്താ, ട്രീറ്റ്മെന്റ് എന്താ, സിമ്പിൾ എന്താ, ഈ 5 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കുക. അത് ചോദിക്കും, ഫുൾ ഫോം ചോദിക്കും. പിന്നെ ആ മെത്തേഡ് പെട്ടെന്ന് എന്താ ചെയ്യാ? ജീവന് അപകടമായിരിക്കുന്ന, നമ്മുടെ ലൈഫ് അപകടമായിരിക്കുന്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇരകളെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള രീതിയാണ് സ്റ്റാർട്ട്. ഓക്കെ, എന്താ സ്റ്റാർട്ട്? സ്റ്റാർട്ട് എന്താ? നമ്മുടെ ജീവൻ പെട്ടെന്ന് നഷ്ടപ്പെടും, നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ എന്തെങ്കിലും ജീവന് അപകടകരമായ പരിക്കേറ്റവരും ഏറ്റവും കൂടുതൽ സാധ്യത പരിക്കേക്കാൻ വേണ്ടിയിട്ടും നമ്മൾ മരിക്കും, അങ്ങനെ ഈ ജീവൻ രക്ഷപ്പെടില്ല എന്ന് സീരിയസ് ആയിട്ട് അങ്ങനെ നമ്മൾ സാധ്യതയുള്ളതുമായ ഇരകൾ എന്ന് പറയുന്നത് വിക്ടിംസ് ആരാ? പേഷ്യൻസ്. വിക്ടിംസ് ആരെവിടെ? പേഷ്യൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തിരിച്ചറിയണ്ടേ? അങ്ങനെയുള്ള പേഷ്യന്റിനെ തിരിച്ചറിയാനുള്ള ഈ രീതിയാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. അതിന്റെ രീതിയാണ് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞുതരാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോർട്ട് ഔട്ട് വിക്ടിംസ് ഇൻടു ആംബുലേറ്ററി ആൻഡ് നോൺ ആംബുലേറ്ററി ബൈ ഗിവിംഗ് വെർബൽ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതെന്താ പറഞ്ഞേ? സ്റ്റാർട്ടിലെ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞത് വിക്ടിംസ് പേഷ്യൻസിനെ ആംബുലേറ്ററിയിൽ നിന്നും അല്ലാത്തവരുമായിട്ട് തരംതിരിക്കുക. ആംബുലേറ്ററി ആയതും നോൺ ആംബുലേറ്ററി ആയുമായ അതിൽ നിന്ന് തരംതിരിക്കുക, രണ്ടായിട്ടും തരംതിരിക്കുക. ഓക്കെ, ആംബുലേറ്ററി പേഷ്യൻസ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. നമ്മളിവിടെ പറഞ്ഞപ്പോ മുമ്പ് പഠിച്ചു. എന്താ ആംബുലേറ്ററി പേഷ്യൻസ്? ഹോസ്പിറ്റലിന് ചുറ്റും നടന്നത് സഞ്ചരിക്കുക, അങ്ങനത്തെ ഫുള്ള് കാര്യങ്ങളൊക്കെ അറിയണ ആ ഒരു ഹോസ്പിറ്റലിന്റെ പരിസരത്ത്. ആംബുലേറ്ററി. നോൺ ആംബുലേറ്ററി എന്ന് വെച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ? സിമ്പിൾ ട്രയാഗ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആംബുലേറ്ററിയിൽ നിന്നും നോൺ ആംബുലേറ്ററിയിൽ നിന്നും അതിനെ വേർതിരിക്കാനായിട്ട് പേഷ്യൻസിനെ. രണ്ടാമത്തെ റെസ്പിറേഷൻ, ശ്വാസം വിടണം. എത്ര റെസ്പിറേഷൻ? 30 മിനിറ്റ്. പിന്നെ പെർഫ്യൂഷനിൽ എന്തൊക്കെ പെടും? പൾസ്. ഇപ്പോഴത്തെ പൾസ് എന്താണോ റേഡിയൽ പൾസ്, ഇപ്പോഴത്തെ റേഡിയൽ പൾസ് കറണ്ട് ആയിട്ട്, അതാണ് പെർഫ്യൂഷൻ. പിന്നെ ബിയിൽ എന്താ പറയണേ? കാപ്പിലറി റീഫിൽ, ബ്ലഞ്ച് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ്. അതിൽ മെന്റൽ സ്റ്റാറ്റസ് വരും, മാനസിക നില. അതെങ്ങനെ? മാനസിക നില വെദർ ഹി ഷി ക്യാൻ ഫ്ലോ കമാൻഡ്സ് ട്രീറ്റ്മെന്റ് ഡ്യൂറിംഗ്. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആരെങ്കിലും ആയ അവരുടെ കമാൻഡിങ്, അവർക്ക് സമയത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയാണ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻ, കറക്റ്റ് കമാൻഡ്സ് കൊടുക്കാൻ പറ്റണത്. മാനസികമായിട്ട് പേഷ്യൻസിന് കറക്റ്റ് കമാൻഡ്സ് കൊടുക്കാൻ പറ്റണത് ആരാണോ അവരാണ് മെന്റൽ സ്റ്റാറ്റസിൽ വരുന്നത്. ട്രീറ്റ്മെന്റ് അപ്പൊ നമ്മൾ തുടരും. അതിലൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല, ഇവിടെ ഇമ്പോർട്ടന്റ് ഒന്നും വരുന്നില്ല. സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം മാത്രം ഇമ്പോർട്ടന്റ് ഉള്ളൂ, അത് ഓർക്കാം. പിന്നെ സ്റ്റാർട്ട് എന്താണ്? ഇമ്മീഡിയറ്റ് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ഹു ഹാവ് ബെസ്റ്റ് ചാൻസ് ഓഫ് സർവൈവിംഗ്. അതും ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ സ്റ്റാർട്ടിന്റെ 3 പോയിന്റ് പറയുന്നുണ്ട്. ഓപ്പൺ ദ എയർവേ. എന്താ എയർവേ എന്ന് വെച്ചാൽ ശ്വസനനാളം, അത് തുറക്കുക. സ്റ്റോപ്പ് ദ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തണം. എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എന്താ? ഷോക്കിന് വേണ്ടിയിട്ട്, ഷോക്ക് എങ്ങാനും പേഷ്യന്റിന് കൊടുക്കലുണ്ടെങ്കിൽ കാലുകൾ ഉയർത്തണം. കാലുകൾ എലിവേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഉയർത്തിപ്പിടിക്കുക, കാലുകൾ ഉയർത്തിപ്പിടിക്കുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്സിന്റെ 3 പോയിന്റ് എന്താ? സ്റ്റാർട്സ് എന്ന് പഠിക്കുക. സ്റ്റാർട്സിന്റെ 3 പോയിന്റ്: ഓപ്പൺ ദ എയർവേ, സ്റ്റോപ്പ് ദ ബ്ലീഡിങ്, എലിവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എന്താ? ഷോക്കിന് വേണ്ടി കാലുകൾ ഉയർത്തുക.
നെക്സ്റ്റ് സ്റ്റാർട്ട് ട്രയലിന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം നോക്കിയേ. ഈ പേഷ്യന്റ് ബ്രീത്തിങ്, പേഷ്യന്റിന് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടോ നമ്മളോട് ചോദിക്കുകയാണ്. യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ എന്താ 30 മിനിറ്റ് 30 മിനിറ്റ്, ഇപ്പുറത്തെ 30 മിനിറ്റ് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട്. നെക്സ്റ്റ് എന്താ? നോ എന്ന് പറഞ്ഞോടത്ത് ഓപ്പൺ പേഷ്യൻസ് എയർവേ, നമ്മളപ്പോ നോ ആണ്, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവർക്ക് ബ്രീത്തിങ്ങിനുള്ള ഇത് കൊടുക്കും. എങ്ങനെ കൊടുക്കണേ? ഓപ്പൺ പേഷ്യൻസ് എയർവേ, പേഷ്യൻസിന്റെ ശ്വാസനനാളം എയർവേ തുറക്കും. അപ്പൊ എന്നിട്ട് ചോദിക്കുകയാണ് ഈ ബ്രീത്തിങ് പേഷ്യന്റ്, ഇപ്പൊ പേഷ്യന്റിന് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മൾ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. നോ ആണെങ്കിൽ ഡെഡ്, പിന്നെ കിട്ടിയില്ല നമുക്ക് ശ്വാസം, നമ്മള് ഇതായിട്ട് കൊടുക്കാൻ നോക്കി, അപ്പോഴും ശ്വാസം കിട്ടണില്ല. അപ്പൊ നോഡായി, ആളെന്താ മരിച്ചു. അങ്ങനെയല്ല, അപ്പൊ ഇത്തിരി ശ്വാസം അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മള് ഓപ്പൺ ദ പേഷ്യൻസിന്റെ എയർവേ തുറന്നു, എയർവേ തുറന്നിട്ട് നമുക്ക് ശ്വാസം കൊടുക്കാൻ പറ്റി, അവർക്ക് കിട്ടിയെങ്കിൽ എന്താ ഇമ്മീഡിയറ്റ് കെയർ. അപ്പൊ തന്നെ വേഗം പോയി ഒരു ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. ഓക്കെ, പിന്നെന്താ? അങ്ങനെ ഓരോന്നോരോന്നും ലാസ്റ്റ് കൺട്രോൾ ബ്ലീഡിങ് വരും. അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പെട്ടെന്ന് പോയി ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാം. ഇവിടെ അസസ് ദ മെന്റൽ സ്റ്റാറ്റസ്, മെന്റൽ നമ്മുടെ മാനസിക നില നോക്കും. ക്യാൻ പേഷ്യന്റ് ഫോളോ കമാൻഡ്, നമ്മൾ ഓരോ കമാൻഡ് പറയണതും പേഷ്യന്റിന് പിന്തുടരാൻ പറ്റുന്നുണ്ടോ? അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ പേഷ്യന്റിന് നമ്മുടെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് ഓർ നോ? നോ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ, യെസ് ആണെങ്കിലോ ഡിലേഡ് കെയർ, സാവധാനത്തിന് പോയി, കുഴപ്പമില്ല പേഷ്യന്റിന് നോർമൽ ആണ്, അപ്പൊ സാവധാനം പോയി എന്ത് കൊടുത്താൽ മതി? കെയർ കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ ഒന്ന് വെറുതെ നോക്കിയിരിക്കാനുള്ളൂ. ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം പഠിക്കുക, പിന്നെ അതുപോലെ ടാങ്കിങ്ങിന്റെ എല്ലാ കളർ ടാങ്കിങ്ങും പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. 4 കളർ. പിന്നെ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ, ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്, ഓരോ കോഡുകളും ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയ എന്തിനൊക്കെയാണ് നമ്മൾ റെഡ് കോഡ് ഉപയോഗിക്കുന്നത്. മറ്റേത് ടാഗ് ആണ്, റെഡ് ടാഗ്, ഗ്രീൻ ടാഗ്, ബ്ലാക്ക് ടാഗ്, അത് ടാഗ് ആണ്. മരിച്ചവർക്ക് ബ്ലാക്ക്, യെല്ലോ ടാഗ്, അതൊക്കെ പഠിച്ചില്ലേ? അത് ടാഗ്. ഇത് കോഡ്. റെഡ് കോഡ് വരും, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിങ്ക് കോഡ് വരും, പിന്നെ കോഡ് ഓറഞ്ച് വരും, പിന്നെ ബ്ലൂ കോഡ് ഉണ്ട്, പിന്നെ യെല്ലോ കോഡ് ഉണ്ട്, കോഡ് വയലറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഈ കോഡുകളോടുകൂടി നമ്മുടെ പാഠം തീരും. ഡിസാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് തീർന്നു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഏത് കൊണ്ടെല്ലാം നിങ്ങളെ ടീച്ചർ എടുത്ത് മറ്റേ ശരണ്യ ടീച്ചർ എടുത്തെന്ന് പറഞ്ഞു. ഏതാ? ഇൻഫർമേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, അത് എടുത്തേക്കണം. ബേസിക് കുറച്ചെടുത്തെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബാക്കി നമ്മള് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും അതിന്റെ PDF നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, ഇത് നമ്മൾ കുറച്ചുള്ളൂ. ഇത് നമ്മൾ വെറുതെ വായിച്ച് പോയിന്റ്സുകൾ പറയും, ഇതിലൊന്നും കൂടുതലില്ല. ഇത് നമ്മൾ പെട്ടെന്ന് വായിച്ചു തീരും. ഇത് ഞാൻ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ ഇത് ഇമ്പോർട്ടന്റ് ആയത് മാത്രം എടുത്തു തരാം. ഇത് തീരും. അന്ന് തന്നെ നമുക്ക് എന്ന് തുടങ്ങണം? ബുധനാഴ്ച, ചിലപ്പോ ബുധനാഴ്ച ഞാനുണ്ടാവും, ചൊവ്വാഴ്ച ഞാനുണ്ടാവും. നമുക്ക് പോഷൻ തീരണ്ടെങ്കിൽ ഫ്രൈഡോടുകൂടി, ഫ്രൈഡേ നെക്സ്റ്റ് ഫ്രൈഡോടുകൂടി നമ്മുടെ ക്ലാസ് തീരണമെന്നാണ് ഓർഡർ. ഓക്കെ ഓക്കെ, എന്നാ വേറെ ഒന്നുമില്ലല്ലോ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Thank you, ma'am. ഓക്കെ, വെൽക്കം വെൽക്കം.